എല്ലാവർക്കും നമസ്കാരം. മഹത്തായ മനോഭാവത്തോടുകൂടി ജീവിക്കണമെന്നാണ് പല ആളുകളും പറയാറുള്ളത്, അല്ലെ? ശരിക്കും എന്താണ് മഹത്തായ മനോഭാവം എന്ന് പറയുന്നത്? മികച്ച ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായിട്ട് കാണാനുള്ള കഴിവാണ് ഏറ്റവും മഹത്തായ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഏറ്റവും മഹത്തായ മനോഭാവം എന്ന് പറയുന്നത്. നമുക്കൊക്കെ അത്രത്തോളം മഹത്തായ മനോഭാവം ഉണ്ടോ? പലപ്പോഴും ഒരാത്മ പരിശോധനയ്ക്ക് തയ്യാറാണെങ്കിൽ നമ്മളൊന്നും അത്രയധികം മഹത്തായ മനോഭാവമുള്ള ഒരാളല്ല എന്ന് കാണാൻ പറ്റും. പക്ഷേ ജീവിതത്തിൽ മഹത്തായ മനോഭാവത്തോടെ ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം കുറെ കൂടി മനോഹരമാണ്. അതിലപ്പുറം അവനവന്റെ ജീവിതത്തെ വിജയിപ്പിക്കുവാനുള്ളൊരു സൂത്രവാക്യമായി ആ മനോഭാവം മാറുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മറന്നു പോകണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. പലപ്പോഴും വളരെ നെഗറ്റീവായ മനോഭാവത്തോടു കൂടിയാണ് പല കാര്യങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കാണാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്. ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെയുള്ള ഒരു ചെറിയ കുട്ടി. നമുക്കറിയാം, ആ പ്രായത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വികൃതിത്തരങ്ങളും കുസൃതിത്തരങ്ങളും ഒക്കെയുള്ള പ്രായമാണ്, അല്ലെ? അങ്ങനെയുള്ള കുട്ടികളുള്ള വീട്ടുകാർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുകയും ചെയ്യും. നമുക്കറിയാം, കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് കുരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും, നല്ല വികൃതിത്തരങ്ങൾ ഉണ്ടാകും, പല കാര്യങ്ങളും അവർ ചെയ്തു കൂട്ടുകയും ചെയ്യും. അതിനോടൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്? മോശമായിട്ടല്ലേ? അവരെ വഴക്ക് കൂടാറില്ലേ? തല്ലുകൂടാറില്ലേ? അവരുടെ കയ്യിൽ നിന്ന് ഒരു നല്ല പുതിയൊരു ഗ്ലാസ് നിങ്ങൾ വാങ്ങിച്ച 2-3 ദിവസം മുമ്പ് വാങ്ങിച്ചാണ് കുട്ടിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി. പക്ഷെ നമുക്കറിയാം, കുട്ടി നല്ല കുരുത്തക്കേടുള്ള കുട്ടിയാണ്, വികൃതിത്തരങ്ങളുള്ളതാണ്, കുസൃതിത്തരങ്ങളുള്ളതാണ്. അപ്പൊ അതിന്റെ ദേഷ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ട് നല്ല തല്ലു കൊടുക്കും, അല്ലെങ്കിൽ നല്ല വഴക്ക് പറയും. വീട്ടിൽ അങ്ങനെ ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ആയിട്ട് ആകെ ഒരു ബഹളമയമായിരിക്കും, അല്ലെ? കുട്ടി ഒരു ഭാഗത്ത് കരയുന്നുണ്ടാവും, നിങ്ങളുടെ വഴക്ക് വേറൊരു ഭാഗത്തുണ്ടാവും. നിങ്ങൾക്ക് ആകെ ഒരു ടെൻഷനാണ്, ആകെ ഒരു സങ്കടമാണ്. എന്താണ്? നിങ്ങൾ പൈസയൊക്കെ കൊടുത്തൊരു പുതിയൊരു സാധനം വാങ്ങിച്ചിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടമാണ് നിങ്ങൾക്ക്, ദേഷ്യമാണ് നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ എല്ലാം കൂടി മൊത്തത്തിൽ ആകെ ബഹളമാണ്. പക്ഷെ നിങ്ങളൊന്ന് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ചെറിയ കുട്ടിയല്ലേ, 3-4 വയസ്സ് പ്രായമുള്ളൊരു ചെറിയ കുട്ടി. ഈ ലോകം കണ്ടു തുടങ്ങിയിട്ടില്ല, ജീവിതം എന്താണെന്ന് അവർ പഠിച്ചു തുടങ്ങിയിട്ടില്ല. അങ്ങനൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു സാധനം താഴെ വീണ് പൊട്ടി. ശരിക്കു പറഞ്ഞാൽ കുട്ടികളുടെ കുസൃതിത്തരങ്ങളും അവർ കാണിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പിൽക്കാലത്ത് അച്ഛനമ്മമാർക്കുള്ള നല്ല ഓർമ്മകളല്ലേ. ഇന്ന് ചിലപ്പോൾ തല്ലുകൂടും, വഴക്ക് കൂടും, പക്ഷെ നാളെ നമ്മൾ അതോടൊത്ത് ചിരിക്കാറില്ലേ, സന്തോഷിക്കാറില്ലേ? അപ്പോ ഇപ്പോഴെന്തിനാണ് നമ്മൾ വെറുതെ തല്ലുകൂടുന്നത്? കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? നാളെ അവരും വളർന്ന് വലുതാകും. അപ്പോ ഈ കുരുത്തക്കേടുകളൊന്നും അവർക്കുണ്ടാവില്ല. അവർ നല്ല കുട്ടികളായി മിടുക്കന്മാരായി മാറും. അപ്പൊ പിന്നെ എന്തിനാണ് അവരുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്കെതിരെ നമ്മളിങ്ങനെ മോശമായിട്ട് പ്രതികരിക്കുന്നത്? അവരുടെ മനോഭാവത്തെയല്ലേ നമ്മൾ മോശമാക്കുന്നത്. എൻ്റെ വീട്ടിലുമുണ്ട് ഒരു ചെറിയ കുട്ടി, എൻ്റെ മോനാണ്, 3 വയസ്സേ ഉള്ളൂ. ഞാനും അവനോട് വഴക്ക് കൂടാറുണ്ട്. സത്യം പറഞ്ഞാൽ പിന്നീടാണ് ആലോചിച്ചത്, എന്തിനു വേണ്ടിയിട്ട്? കുറെ കഴിഞ്ഞാൽ നാളെ എനിക്ക് തണലാവേണ്ടതാണ്, അല്ലേ? നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നല്ല മിടുക്കിയായിട്ടൊക്കെ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് കഴിഞ്ഞാൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാവും, നമുക്ക് തണലായിട്ട് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ആകേണ്ടവരാണ്. അപ്പൊ അവരുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകളും കുസൃതിത്തരങ്ങളും തമാശകളും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമ്പോഴല്ലേ ജീവിതം കുറെ കൂടി മനോഹരമാകുന്നത്. അപ്പോ ഇങ്ങനെ വളരെ മഹത്തായ രീതിയിൽ ഉയർന്ന തലത്തിൽ നമ്മൾ ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം കുറെ കൂടി വർണ്ണാഭമാകുന്നത് എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ജീവിതത്തിൽ നമുക്കൊരു പരാജയം സംഭവിച്ചു. ആ പരാജയത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആവലാതിപ്പെടുകയല്ല, വേവലാതിപ്പെടുകയല്ല. ഓരോ പരാജയങ്ങൾക്കും അപ്പുറം ഇനി അത് ആവർത്തിക്കാതിരിക്കുവാനുള്ള പാഠങ്ങൾ ആ പരാജയം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്ന ചിന്ത, അതല്ലേ മഹത്തായ മനോഭാവം എന്ന് പറയുന്നത്, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതല്ലേ നമ്മളെ കുറെ കൂടി ജീവിതത്തിൽ ശക്തമായിട്ട് മുന്നോട്ടേക്ക് നയിക്കുന്നത്. നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി, പരാജയപ്പെട്ടു, നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ കിട്ടി. അപ്പോഴും നമുക്ക് ചിന്തിക്കാൻ കഴിയണ്ടേ, അടുത്ത ഇന്റർവ്യൂവിൽ ഇതിനേക്കാൾ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ സ്വന്തമാക്കുമെന്ന് ചിന്തിക്കാൻ കഴിയുന്നിടത്തല്ലേ നമ്മുടെ ജീവിതം കുറെ കൂടി കരുത്തുള്ള ഒന്നായി മാറുന്നത്, നമ്മുടെ മാനസികാവസ്ഥ കുറെ കൂടി വിശാലമാകുന്നത്. ഒരു പ്രണയം നഷ്ടപ്പെട്ടു, അവിടെ ഇനി മുന്നോട്ട് ജീവിതം ഇരുട്ടാണ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എന്നെ ജീവിതത്തിലും സ്നേഹിക്കുന്ന ആരൊക്കെയോ എനിക്ക് ചുറ്റിലുമുണ്ട് എന്ന് ചിന്തിച്ച് ജീവിതത്തെ കുറെ കൂടി ശക്തമായി മുന്നോട്ട് നയിക്കാനല്ലേ നമ്മൾ പഠിക്കേണ്ടത്.
അതല്ലേ മഹത്തായ മനോഭാവം എന്ന് നമ്മൾ പറയേണ്ടത്? തീർച്ചയായിട്ടും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് മുഴുവനും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ തകർത്തെറിയുന്ന, മാനസികമായിട്ട് നമ്മളെ അങ്ങ് ഇല്ലാതെ കളയുന്ന നൂറുകണക്കിന് അനുഭവങ്ങളും സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് ഇനിയും നമുക്ക് വന്നു ചേരാനുണ്ട്. അതിനോടൊക്കെ വളരെ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന തിയറിയാണ് നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മൾ പഠിക്കുക. എളുപ്പമല്ല. ഒരു സുപ്രഭാതം കൊണ്ട് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം അതിന് ഉയർന്ന മാനസിക നിലവാരത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അത് പ്രാക്ടീസിലൂടെ തന്നെയാണ് സാധ്യമാകുന്നത്. ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ജീവിതത്തിൽ പല ആളുകളോടും നമ്മൾ വഴക്കൊക്കെ കൂടും, അല്ലേ? ആ സമയത്ത് ബോധപൂർവമായിട്ട് നമുക്ക് ചിന്തിക്കാനാവണം. വഴക്ക് കൂടണ്ട. സ്വാഭാവികമായിട്ട് എല്ലാ ആളുകൾക്കും തെറ്റൊക്കെ പറ്റും. അതങ്ങ് ക്ഷമിച്ചു കളയാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഈ ഉയർന്ന നിലവാരത്തിൽ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി കൂടുമ്പോൾ ആരെങ്കിലും ഒരാൾ ചിന്തിച്ചാൽ മതി, എൻ്റെ പാർട്ട്ണറല്ലേ, പറയുന്നത് പറഞ്ഞോട്ടെ. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പരിഭവങ്ങളൊക്കെ മാറ്റിയിട്ട് സ്നേഹത്തോടെ തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് വരേണ്ട ഒരാൾ തന്നെയാണ്. ഒരാളങ്ങ് മിണ്ടാതിരുന്നാൽ പോരെയെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ പ്രശ്നങ്ങൾ ഒരുപാട് ഡൗൺ ആകും, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ കഴിയുമ്പോൾ വിട്ടുവീഴ്ചകൾ നടത്താൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും, ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളായിട്ട് മാറാൻ പറ്റിയാൽ അതാണ് ജീവിതത്തിന്റെ ഒരു, നേരത്തെ പറഞ്ഞതുപോലെ, ഒരു വർണ്ണാഭമായ നിമിഷങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ജീവിതം കളർഫുൾ ആവട്ടെ, നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരട്ടെ. ഒരുപക്ഷെ നമ്മൾ ഉയർന്ന തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല അനുഭവങ്ങൾ യാദൃശ്ചികമായിട്ട് തന്നെ കടന്നു വരും. അപ്പോൾ ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കുവാൻ ഇന്നു മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ബോധപൂർവമായിട്ട് ആരോടെങ്കിലും തല്ലുകൂടണമെന്നൊക്കെ തോന്നുമ്പോൾ ഒന്ന് ചിന്തിക്കുക, വേണോ വേണ്ടല്ലോ, എന്തിന്? കുറച്ച് സമയത്തേക്ക് താൽക്കാലികമായിട്ടൊരു സുഖം നമുക്ക് കിട്ടുമായിരിക്കും, പിന്നെ അത് നമ്മളെ അസ്വസ്ഥമാക്കുന്നില്ലേ? അതുകൊണ്ട് നമ്മൾ ആരോടും തല്ലുകൂടണ്ടെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും ബോധപൂർവമായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ജീവിതം വളരെ രസകരമായിട്ടും കുറെ കൂടി പക്വതയോടെയും നമുക്ക് കൈകാര്യം ചെയ്യാനാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.